ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ SS ഒരു ഇമ്പോർട്ടൻറ്റ് പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവരോട് പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ അവർ പറയുന്നത് ഈ പറയുന്ന റിഫോംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എക്സാം കുറച്ചുകൂടെ ട്രാൻസ്പാരൻ്റ് ആക്കാനും സെക്യൂർ ആക്കാനും അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആക്കാനുമാണ് എന്നുള്ളതാണ്. കറക്റ്റാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് candidates appearing in SSC exams can view their own question papers, responses and the correct answers. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത അല്ലെ നമ്മുടെ ഷിഫ്റ്റിലെ ചോദ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ആൻസേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഇത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്താ, നമ്മൾ ഒരു ചോദ്യം ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് എവിഡൻസോടുകൂടെ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് SSC officials clarified that restrictions apply only during ongoing multi-shift exams to ensure that പേപ്പേഴ്സ് ഫ്രം ലേറ്റർ സെഷൻസ് ആർ നോട്ട് കോംപ്രമൈസ്ഡ്. അപ്പോൾ ഒന്നിലധികം ഷിഫ്റ്റുകളുള്ള എക്സാം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വരില്ല. കാരണം എന്താ, അത് നമ്മുടെ അടുത്ത ഷിഫ്റ്റിന് അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാമുകളെ അത് ബാധിക്കാം അല്ലേ. അത് കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതിൽ ഈ പറയുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ടും ആ ഷിഫ്റ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് നമുക്ക് അവൈലബിൾ ആവുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവർ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം. എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെ നമുക്കിത് കാണാം. ഓക്കെ. പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കമ്മീഷൻ ഹാസ് ഓൾസോ ഡിസൈഡഡ് ടു പബ്ലിഷ് സെലക്ടഡ് പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആസ് ഒഫീഷ്യൽ സാമ്പിൾസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ റെഗുലർ ഇൻ്റർവെൽസിൽ അവർ നമുക്ക് തരുന്നതായിരിക്കും അല്ലെങ്കിൽ അവരവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള ക്ലാരിറ്റി കിട്ടാൻ എന്തായാലും സഹായിക്കുന്നതാണ് അല്ലേ. അത് മാത്രമല്ല, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ചോദ്യം ചാലഞ്ച് ചെയ്യുമ്പോൾ നേരത്തെ 100 രൂപ കൊടുക്കണമായിരുന്നു, അതിപ്പോൾ കുറച്ചിട്ടുണ്ട് 50 രൂപയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ് അല്ലേ. നമുക്ക് ഓൾറെഡി ഒരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ ഒക്കെ ഉണ്ട്. അതിന് പുറമെ ഈ പറയുന്നത് പോലെ ഫീഡ്ബാക്ക് ആൻഡ് ഗ്രീവിയൻസ് പോർട്ടലും അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ സെൻറ്ററിൽ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും എക്സാം നടത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെ. നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ ഗ്രീവിയൻസ് പോർട്ടലും അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെയാണ് അല്ലേ. ഇതിൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നോർമലൈസേഷൻ്റെ കേസിലാണ്. അതായത് ഇത്രയും കാലം SSC ഫോളോ ചെയ്തത് ഈ പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള നോർമലൈസേഷൻ ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് EQ പെർസെൻറ്റൈൽ നോർമലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ജെന്യൂനിറ്റി ഉണ്ടാവും ഈ പറയുന്ന നോർമലൈസേഷനിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നല്ല കാര്യമാണ് ഈ പറയുന്ന EQ പെർസെൻറ്റൈൽ നോർമലൈസേഷൻ അല്ലെങ്കിൽ പെർസെൻറ്റൈൽ ബേസ്ഡ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ റോ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പോരായ്മകളുണ്ട്. അപ്പോൾ അതെന്തായാലും ഇവിടെ ഓവർകം ചെയ്യും. ഓക്കെ അല്ലേ. അത് മാത്രമല്ല, പിന്നീട് അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന പോലെ സെൻറ്റേഴ്സിലെല്ലാം ആധാർ ബേസ്ഡ് ഒത്തൻറ്റിക്കേഷനാണ്. അപ്പോൾ അതെന്തായാലും ഹെൽപ്ഫുൾ ആണ്, നമുക്കറിയാം അല്ലെ. അപ്പോൾ ഒരാൾ തന്നെ പല എക്സാമുകൾ എഴുതുക, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ കൺട്രോൾ ചെയ്യപ്പെടും. നമുക്കും അറിയാം ഇപ്പോൾ എക്സാം നമ്മൾ എഴുതാകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡറാണ് ഈ പറയുന്ന പ്രോസസ്സ് അല്ലേ. കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് അല്ലേ. പിന്നീട് അവർ പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആർ നൗ ട്രാൻസ്മിറ്റഡ് സെക്യൂർലി ത്രൂ എ ഡിജിറ്റൽ ബോർഡ് മേക്കിംഗ് ദം ലെസ് വൾണറബിൾ ടു ലീക്ക്. അപ്പോൾ ലീക്ക് ആവാതിരിക്കാൻ ഡിജിറ്റൽ ബോർഡിലൊക്കെ സെറ്റപ്പ് ചെയ്ത് ഭയങ്കര സെറ്റപ്പിലാണ് കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീക്ക് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ മിനിമമാണ്. എന്തായാലും ലീക്കൊന്നും ആവാതിരിക്കട്ടെ. പിന്നീട് അവർ ഹൈലൈറ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് according to officials, the exam monitoring system has been made stricter and strict action is being taken against centers and candidates found violating rules. അപ്പോൾ ചില സെൻറ്റേഴ്സ് ഇപ്പോൾ റൂൾസ് വയലേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കും. അപ്പോൾ എന്തായാലും ഈ പറയുന്ന മോണിറ്ററിംഗ് സിസ്റ്റം അവർ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതാക്കിയിട്ടുണ്ട്. അതും വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ കഴിഞ്ഞ നമ്മുടെ CGL എക്സാമിന് അത് വിസിബിൾ ആണ് എന്നവർ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ. പിന്നീട് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ദ കമ്മീഷൻ ഹാസ് ഓൾസോ റിലീസ് ഇറ്റ്സ് പ്ലാൻ ഫോർ അപ്കമിങ് എക്സാമിനേഷൻ. അതായത് നമ്മുടെ ഒക്ടോബർ മാർച്ച് അല്ലെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന എക്സാം ആയിട്ടുള്ള നമ്മുടെ CHSL MTS അതുപോലെ JEE അല്ലെ CPO തുടങ്ങിയ എക്സാമുകളുടെ എല്ലാത്തിൻ്റെയും പ്ലാൻസും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ചെറിയ ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ പല എന്താ പറയുക ഒരു ജെന്യൂനിറ്റി ഇല്ലാത്ത ഒരുപാട് ഡീറ്റെയിൽസ് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ എക്സാം ഡേറ്റ് മാറ്റി മറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അല്ലേ മിസ്ഇൻഫർമേഷൻ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു ട്വിറ്റർ ഹാൻഡിൽ കൂടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് @SSCGOA എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് അവരുടെ അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ
ഷെയർ ചെയ്യും. ബട്ട് സ്റ്റിൽ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് നമുക്ക് കിട്ടും. മാത്രമല്ല ഈ പറയുന്ന ക്യാമ്പയിനൊക്കെ നടക്കുമ്പോൾ നമുക്കും അവരൊക്കെ ടാഗ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഹെൽപ്ഫുൾ ആണ് നമുക്ക്, അല്ലേ? അപ്പോൾ എന്തായാലും SSC ഗോൾഡൻ ജൂബിലി ഇയറിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഇൻറ്റഗ്രിറ്റി കൂട്ടാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി ആക്കാൻ എന്തായാലും SS ശ്രമിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മളും എന്തായാലും അപ്പോൾ പഠിത്തവും അടിപൊളി ആക്കുക തന്നെ വേണം. പിന്നീട് നമ്മളിവിടെ പറഞ്ഞ കാര്യം, ഇപ്പോൾ നടന്ന എക്സാമിൻ്റെ, അതായത് സെപ്റ്റംബർ 12, 26, അല്ലേ, ഈ കാലഘട്ടത്തിൽ നടന്ന അല്ലെങ്കിൽ കാലയളവിൽ നടന്ന എക്സാമിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ചില സെൻറ്റേഴ്സിൽ പല ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പറയുന്ന ഗ്രീവൻസ് പോർട്ടലിൽ കംപ്ലയിൻറ്റ് ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് ജെനുവിനാണെന്ന് തോന്നിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും എക്സാം നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും the commission has decided to provide another opportunity to certain candidates from some centers by rescheduling their exams on 14-ാം തീയതിയാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മെയിലും മെസ്സേജൊക്കെ വരും. യെസ്, നോക്കുക, candidates whose exam has been rescheduled can view their examination city details from 5/10/2025. അപ്പോൾ 5-ാം തീയതി മുതൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ആൻഡ് ഡൗൺലോഡ് their admit card വിത്ത് എഫക്ട് ഫ്രം 9/10/2025. ഓക്കെ, അപ്പോൾ 9-ാം തീയതി നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ലോഗിൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ്. ഇപ്പോൾ ഇന്നലെ തന്നെ റിലീസ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞത് പ്രസ് റിലീസായിരുന്നു. ഇനി എന്തായാലും കാര്യങ്ങളൊക്കെ SSC കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിലോട്ട് മാറുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സാമിന് അതുപോലെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ CGL എക്സാം Tier 1 ഒക്കെ എഴുതിയിട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്നത് CBT 2 ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ Tier 2 ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ SSC CGLൻ്റെ 2ാം ഘട്ടം ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് തന്നെ എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് CGL Tier 2 വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചാണ് SSC CGL CBT 2 ബാച്ച്. അപ്പോൾ അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാം. 2,999 രൂപയാണ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് പ്ലാനോട് കൂടെ നിങ്ങൾക്ക് അല്ലേ നല്ല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മളിത് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്ത് സ്വപ്ന ജോലിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, വരാനിരിക്കുന്ന എല്ലാ SSC എക്സാംസും നിങ്ങൾ നോക്കുന്നുണ്ട്. അതായത് ഇനി വരാനിരിക്കുന്ന CGL ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന CHSL, അതുപോലെ MTS, GD, CPO തുടങ്ങിയ എല്ലാ SSC എക്സാമുകളെയും ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത ബാച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് SSC റെഗുലർ ബാച്ച്. അപ്പോൾ ഈ പറയുന്ന റെഗുലർ ബാച്ചിൽ 500-ലധികം അവേഴ്സ് ഓഫ് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഡെയിലി ഈ പറയുന്നത് പോലെ 2 ക്ലാസ് അല്ലെങ്കിൽ 2 മണിക്കൂറായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. 6 ദിവസം ഒരാഴ്ചയിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും 29-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 29-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ലാഗാവും നമ്മളല്ലേ, ഒരുപാട് ടോപ്പിക്ക് മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ് നമുക്കുള്ളത്, അല്ലേ? അപ്പോൾ അതിൽ എന്താണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ വേണ്ട, അത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ഒരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് സിസ്റ്റം കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളിയായിരിക്കും കാര്യം. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബാച്ചിലൂടെ. അപ്പോൾ എന്തായാലും എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനും ഈ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. 5,999 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലൈവ് ക്ലാസ്സുകളിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീണ്ടും കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്.